നിങ്ങളോട് ആരെങ്കിലും ആർഡിയിൽ ഹാംസ്ട്രിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ടാണെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ശരിയല്ല. സത്യത്തിൽ സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ് ആണ് ഹാംസ്ട്രിങ്ങിനെ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അതും പൂർണ്ണമായിട്ടല്ല. ഹാംസ്ട്രിങ് മസിൽ രണ്ട് ജോയിന്റിനെ ക്രോസ് ചെയ്യുന്നു. നീ ഓർ ഹിപ്പ് ആർഡിയിലാണ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഹിപ്പ് മടങ്ങുന്നതോടൊപ്പം തന്നെ കാൽമുട്ട് മടങ്ങുന്നു. ഈ പെൽവോ ബോണിൽ നിന്നാണ് നമ്മുടെ ഹാംസ്ട്രിങ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ന്യൂട്രൽ പൊസിഷനിലേക്ക് ടോർസോയെ കൊണ്ടുപോയി ഹിപ്പ് മടക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാംസ്ട്രിങ്ങിനെ ഒരു ലെങ്തൻ പൊസിഷനിലേക്ക് അതിന്റെ ഒറിജിൻ ഭാഗം കൊണ്ടുപോകുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ നമ്മൾ കാൽമുട്ട് അഥവാ നീ മടക്കുന്നു. നീ ഫ്ലെക്ഷനോടൊപ്പം തന്നെ ഒരു ഹിപ്പ് ഫ്ലെക്ഷനും ഒരുമിച്ച് നടക്കുന്നതിനാൽ ഹാംസ്ട്രിങ്ങിനെ ഒരു ലെങ്തൻ പൊസിഷനിലേക്ക് കൊണ്ടുപോകാനോ ഒരു പൂർണ്ണമായ ഷോർട്ടൺ പൊസിഷനിലേക്ക് കൊണ്ടുപോകാനോ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പൂർണ്ണമായ ഹാംസ്ട്രിങ് ആക്ടിവേഷൻ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഇവിടെ പൂർണ്ണമായ ഒരു ഹിപ്പ് ഫ്ലെക്ഷൻ നടക്കുന്നുണ്ട്. പെൽവിക്കിന്റെയും ഫീമർ ബോണിന്റെയും റേഞ്ച് ഓഫ് മോഷൻ അവസാനിച്ച അവസ്ഥ, പെൽവിക് ഫീമർ ബോണിനെ ടച്ച് ചെയ്യുന്ന അവസ്ഥ, ബട്ട് വിങ് ഉണ്ടാകുന്നതിന്റെ തൊട്ട് മുന്നേ അവിടെയാണ് നമ്മുടെ ആർഡിയിൽ അവസാനിക്കേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? പൂർണ്ണമായ ഹിപ്പ് ഫ്ലെക്ഷൻ നടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആർഡിയിൽ കൂടുതലും ഗ്ലൂട്ടിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം.